നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് വരെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ലഭിച്ചിട്ടില്ലാത്തൊരു കിരീടമാണ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ്. ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രൂപത്തിലുള്ള ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ അവസാനത്തെ എഡിഷനാണിത്. ഇത് നേടിയേ പറ്റൂ പെപ് ഗാർഡിയോളക്കും സംഘത്തിനും. ഇന്നവർ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ആദ്യമായിട്ട് കളിക്കാനിറങ്ങിയാണ്. സെമി ഫൈനൽ മത്സരമാണ്. എതിരാളികൾ ജാപ്പാനീസ് ക്ലബ്ബായ ഉറാവ റെഡ്സ് ആണ്. സൗദി അറേബ്യൻ നഗരമായ ജിദ്ദയിൽ ഇന്ത്യൻ സമയം 11:30 കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റിയിൽ വെച്ചിട്ടാണ് മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് ഉറാവ റെഡ്സ് രണ്ടാം സെമി ഫൈനൽ മത്സരം. ആദ്യ സെമി ഫൈനൽ മത്സരത്തിൽ ഈജിപ്ഷ്യൻ ക്ലബ്ബായിട്ടുള്ള അൽ അഹിലിയെ ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള ഫ്ലൂമിനൻസ് പരാജയപ്പെടുത്തിക്കൊണ്ട് ഫൈനലിലേക്ക് ഇടം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഫൈനലിൽ ഫ്ലൂമിനൻസിനെ നേരിടണമെങ്കിൽ ഇന്ന് സിറ്റിക്ക് വിജയിക്കണം. പക്ഷേ ഏഷ്യൻ വമ്പന്മാരായിട്ടുള്ള ഉറാവ റെഡ്സ് അത്ര ചെറിയ ടീമല്ല, കടുത്ത പോരാട്ടം നടത്തുമെന്ന കാര്യം ഉറപ്പാണ്. എന്നാലും സിറ്റിയുടെ നിലവാരം നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഉറാവ റെഡ്സിനെ അവർ പരാജയപ്പെടുത്തുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുകയാണ്. ഉറാവ റെഡ്സ് ആവട്ടെ രണ്ടാം റൗണ്ടിൽ മെക്സിക്കൻ ക്ലബ്ബായിട്ടുള്ള ലിയോണിനെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സെമി ഫൈനലിന് യോഗ്യത നേടിയത്. സെമി ഫൈനലിൽ അവർ സിറ്റിക്കെതിരെ കടുത്ത പോരാട്ടം പുറത്തെടുക്കുമെന്ന കാര്യം ഉറപ്പാണ്. സിറ്റിയെ സംബന്ധിച്ചിടത്തോളം പ്രീമിയർ ലീഗിൽ അത്ര നല്ല രൂപത്തിലല്ല ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ബ്രേക്ക് അവിടെ നിന്ന് കിട്ടി, സൗദി അറേബ്യയിലേക്ക് എത്തി. ഈ മത്സരം വിജയിച്ച് ഫൈനലിലേക്ക് കടന്ന് കിരീടം ചൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് തങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിമറിക്കാൻ കഴിയുമെന്നത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ വിജയത്തിൽ കുറഞ്ഞതൊന്നും പെപ്പും സംഘവും ഉദ്ദേശിക്കുന്നില്ല. മറക്കണ്ട, സമയം രാത്രി ഇന്ത്യൻ സമയം 11:30 സൗദി അറേബ്യയിൽ വെച്ച് ഉറാവ റെഡ്സും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഇതിൽ വിജയിക്കുകയാണെങ്കിൽ ഫൈനൽ മത്സരം ഡിസംബർ 22 രാത്രി 11:30 ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലൂമിനൻസിനെയാണ് ഇതിലെ വിജയികൾ നേരിടേണ്ടത്. കാത്തിരിക്കാം ഇന്നത്തെ ഒരു തീപാറുന്ന വേൾഡ് കപ്പ് സെമി ഫൈനൽ മത്സരത്തിനായി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.